വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് നമുക്കറിയുന്നത് പോലെ നിപ്പ ജാഗ്രത അത് നമ്മളൊക്കെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വളരെ ആശ്വാസം എന്ന് പറയുന്നത് പോലെ തന്നെ മലപ്പുറത്ത് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ള 12 പേരുടെ പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവായിട്ടുണ്ട്. എങ്കിലും ഇവരോടൊക്കെ ക്വാറന്റൈൻ തുടരണമെന്നാണ് 21 ദിവസം ക്വാറന്റൈൻ തുടരണമെന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഇവർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു നിപ ജാഗ്രതയുടെ സമഗ്ര വിവരങ്ങൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെയായി KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്വാലി, മലപ്പുറത്ത് നമുക്ക് വളരെയധികം ആശങ്കയുടെ ദിവസങ്ങളാണ് കടന്നുപോയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു നിപ്പയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒരു അതിജീവന പാതയിലേക്ക് നമ്മളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ 12 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവ് ആയിരിക്കുകയാണ്. വളരെ ആശ്വാസം തന്നെയാണ്. എന്താണ് പുതിയൊരു വിവരങ്ങളൊക്കെ, എങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതൊക്കെ എങ്ങനെയാണ്? ഇതുവരെ പരിശോധിച്ച എല്ലാ ഫലവും നെഗറ്റീവാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് ഈ കുട്ടിയുമായി വളരെ അടുത്ത ഇടപഴകിയ മാതാപിതാക്കളുടേതുൾപ്പെടെ നിപ്പ പരിശോധനാ ഫലം നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ നിലവിൽ ക്വാറന്റൈൻ തുടരണം. 21 ദിവസം ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ച ക്വാറന്റൈൻ തുടരണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഏതാണ്ട് 460 മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇതിൽ ആശുപത്രികളിൽ തന്നെ 14 പേർ ഉണ്ട്. ചിലർക്ക് പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, പനിയുടെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു. അവരുടെ എല്ലാം സ്രവ പരിശോധന ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ നെഗറ്റീവാണ്. ആശുപത്രികളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാണ് മരിച്ച കുട്ടിയുമായുള്ള സമ്പർക്കത്തിൽപ്പെട്ട 54 പേരെ കണ്ടെത്തിയത്. കൂടുതൽ പേർ ഇനിയും ഈ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേരുണ്ടാവുമെന്ന ഒരു ആശങ്ക ആരോഗ്യവകുപ്പ് അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ വലിയ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല. ആരോഗ്യവകുപ്പിൻ്റെ സർവേ 2 പഞ്ചായത്തിലും പുരോഗമിക്കുകയാണ്. നിലവിൽ 15,055 വീടുകളിൽ പനി സർവേ നടത്തുന്നുണ്ട്. ഇതിൽ 460ഓളം പേർക്ക് 430ഓളം പേർക്ക് പനി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ആർക്കും തന്നെ ഈ തരത്തിലുള്ള നിപ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല. നടത്തിയ പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ നെഗറ്റീവാണ്. വലിയ നിയന്ത്രണം ഈ ഭാഗത്ത് ഇപ്പോഴും തുടരുകയാണ്. സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ സമ്പർക്ക പട്ടികയിലുള്ള കുട്ടികൾ ആരും തന്നെ സ്കൂളിലേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്ക് ഓൺലൈൻ ക്ലാസ്സിനുള്ള സൗകര്യം വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുമുണ്ട്. അഞ്ജന. ശരി, സ്വാലിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിപ പ്രതിരോധം അതിൽ വലിയൊരു അതിജീവനത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. സ്വാലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് ഈ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അവരുടെ പരിശോധനാ ഫലമടക്കം നെഗറ്റീവാണ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ആശ്വാസം നൽകുന്നു. എന്തായാലും ഇന്നലെ പരിശോധനയ്ക്ക് അയച്ച 12 നിപ പരിശോധനാ ഫലങ്ങളും അത് നെഗറ്റീവായിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആരും ജാഗ്രതയൊന്നും കൈവിടേണ്ട. എല്ലാവരും ജാഗ്രതയൊക്കെ തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. എന്തായാലും കർശന നിയന്ത്രണങ്ങൾ അതനുസരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. കാരണം ജീവൻ്റെ വില അത് ഒരിക്കലും നമുക്ക് തിരിച്ച് എടുക്കാനും ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ആ കുട്ടി 14 വയസ്സുകാരനാണ് മരിച്ചത്. അത് നമുക്കൊക്കെ വളരെയധികം ദുഃഖമുണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയും അത്തരത്തിലൊരു മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നിപ്പയുടെ പ്രതിരോധം തീർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ കർശന നിയന്ത്രണങ്ങൾ അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക.